യുവരാജ് ഗോകുല്, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ നിലംപരിശായതാണ് ഉദ്ധവ് താക്കറെ വിഭാഗവും അതുപോലെ ശരത് പവാറിന്റെ NCP എന്ന് പറയുന്നത്. ഈ അണികളെല്ലാം വലിയ നിരാശ അനുഭവിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ജയിച്ചു നിൽക്കുന്ന വിഭാഗത്തിന്റെ കൂടെ ചേക്കേറാൻ വലിയ മത്സരം അവിടെ നടക്കുകയും ചെയ്യുകയാണ്. ഈ ഘട്ടത്തിൽ അവിടെ മഹാവികാസ് അഘാടി എന്ന് പറയുന്ന ആ ഒരു സഖ്യം തന്നെ അതിൻ്റെ തന്നെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുകയാണ് എന്ന് വേണം ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കളുടെ അഭിപ്രായം? അല്ല, ശരത് പവാറിനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലവിൽ പ്രതിപക്ഷ ചേരിയിലുള്ള ഏറ്റവും സമുന്നതനായ നേതാവാര്, ഏറ്റവും അധികം രാഷ്ട്രീയമായ ദിഷ്ണാശക്തിയുള്ള നേതാവാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരത് പവാർ തന്നെയാണ്. ശ്രീ സേനാപതി വേണു പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞതിനെ നമ്മൾ മനസ്സിലാക്കിയത് തെറ്റ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ശരത് പവാർ RSSനെ പ്രൈസ് ചെയ്തു എന്നുള്ള വാർത്ത നമ്മൾ ഗൂഗിളിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ ടുഡേ മുതൽ ബിസിനസ് സ്റ്റാൻഡേർഡ് മുതൽ മിറർ നൗ മുതൽ എല്ലാവരും ഏക സ്വരത്തിൽ തന്നെയാണ് ആ വിഷയത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ അവതരിപ്പിക്കപ്പെടും എന്ന് മനസ്സിലാക്കുവാനുള്ള പൊളിറ്റിക്കൽ നോളജ് ഇല്ലാത്ത ആളല്ല ശരത് പവാർ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ഒരു പ്രസ്താവന പറയുമ്പോൾ ആ പ്രസ്താവന ഏതൊക്കെ തലത്തിലാകും രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുക എന്ന് അത്രയേറെ ബോധ്യമുള്ള ഒരാളാണ് ശരത് പവാർ. അദ്ദേഹത്തിന് രാഷ്ട്രീയം നമ്മൾ പോയി പഠിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടും തന്നെ ആ കാര്യത്തെക്കുറിച്ചിട്ട് നല്ല ബോധ്യമുണ്ട്. പിന്നെ ആദ്യമായിട്ടല്ല അദ്ദേഹത്തിന് ഇപ്പോൾ അധികാരം നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ശ്രീ സേനാപതി വേണു പറയുന്നത് പോലെ തന്നെ എന്താണ് അദ്ദേഹം പറയുന്നത്, ഇത്രയും വലിയൊരു പരാജയം ആദ്യമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് അദ്ദേഹം RSSനെ കണ്ടു പഠിക്കാൻ പറഞ്ഞത് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വേർഷനായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ അദ്ദേഹം പറയുന്നത്. പക്ഷേ 2014 മുതൽ അധികാരത്തിൽ നിന്ന് മഹാരാഷ്ട്രയിൽ മാറി നിൽക്കേണ്ടി വരും. വളരെ ചെറിയൊരു പീരീഡിലേക്ക് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടൊരു കാര്യം നടത്താൻ സാധിച്ചുവെങ്കിലും അതിന് മുൻപും കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഏറെ കുറയും അധികാരം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ തന്നെയായിരുന്നു NCP ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിൽ അധികാരം ഉണ്ടായിരുന്നു, കേന്ദ്രത്തിലും അധികാരം ഇല്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് അവരുടെ പാർട്ടി മിഷനറിയെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ നീലിമ, ഇതിനകത്തൊരു വലിയ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ കേരളത്തിലിരുന്ന് ഈ വലിയ BJP വിരുദ്ധതയൊക്കെ പറയുമെന്നുണ്ടെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയുമായി കൈ കൊടുത്തിട്ടില്ലാത്ത ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് നാഷണൽ സ്ഫിയറിലുള്ളത്? എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഒഴിച്ച്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി ഒഴിച്ച് ഏറെക്കുറെ ഏതാണ്ട് എല്ലാവരും തന്നെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിൽ BJPയുമായിട്ട് സഹകരിച്ചിട്ടുള്ളതാണ്. മമതാ ബാനർജി സഹകരിച്ചിട്ടില്ലേ? DMK സഹകരിച്ചിട്ടില്ലേ? നാഷണൽ കോൺഫറൻസ് സഹകരിച്ചിട്ടില്ലേ? ജമ്മു കാശ്മീരിലെ PDP സഹകരിച്ചിട്ടില്ലേ? അതിലും വലുതൊന്നും അല്ലല്ലോ NCP എന്ന് പറയുന്നത്. NCPയുടെ തന്നെ ഒരു ഫ്രാക്ഷൻ മൊത്തമായിട്ട് അടർന്നു വന്ന് BJPയുടെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇനിയാണോ മറു ഫാക്ഷൻ വരാൻ വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടുള്ളത്? അത് തീർത്തും ദുർബലമായ നിൽക്കുന്ന ഒരു വിഭാഗം അല്ല. ഞാൻ അതിനത്ര ദുർബലമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ശരത് പവാർ എന്ന് പറയുന്ന ഒരു അധികായൻ അവിടെ നിൽക്കുന്നിടത്തോളം വെറും ഇലക്ട്രൽ നമ്പേഴ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ സീറ്റിൻ്റെ നമ്പേഴ്സിലോ മാത്രം നമുക്ക് ആ വിഭാഗത്തിനെ നമുക്ക് കണക്ക് കൂട്ടി വിധി എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം അദ്ദേഹം എന്ന് പറയുന്ന ഒരാൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിനെ എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കുവാൻ വേണ്ടിയിട്ട് കഴിവുള്ള ആളാണ്. കാരണം അദ്ദേഹത്തിന് അത്രത്തോളം ഗ്രൗണ്ട് പൊളിറ്റിക്സ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ധാരണയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ധാരണകളെയും മറികടക്കുന്ന പ്രകടനമാണ് ദേവേന്ദ്ര ഫഡ്നാവിസും RSSൻ്റെ കേഡർ സംവിധാനവും എല്ലാം കൂടി തന്നെ മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ അവരെ കാൽക്കുലേഷൻ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നത്തേക്ക് അല്ലെങ്കിൽ ആ താൽക്കാലികമായി ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിഭാസമല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. കാരണം മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഡേ ബൈ ഡേ വീക്കായി വരികയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിഷനറി ചലിപ്പിക്കുവാൻ കഴിയാത്ത സ്ഥലത്തിൽ അത് വീക്കായി വരികയാണ്. അപ്പോൾ തൊട്ടടുത്ത ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇത് അവശേഷിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷത്തെ നേതാവിനെ കോൺഗ്രസ്സിന് കിട്ടി എല്ലാമൊക്കെ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ്സിന് ഇവിടെ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് തുടർ പരാജയങ്ങളുടെ കഥ മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. 2024 മുമ്പ് എന്തായിരുന്നു? അപ്പോഴും പരാജയങ്ങളുടെ കഥ മാത്രമാണ് പറയാനുള്ളത്. 2024 പരാജയപ്പെട്ട ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരാജയത്തിന് പോലും വിജയമായിട്ട് ആഘോഷിച്ച് ഇവിടെ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്തു എന്നുള്ളതിലുപരി
അവർക്ക് എന്താണ് കഴിഞ്ഞ ഒരു 10-15 വർഷം 10 വർഷത്തിനിടയിൽ പൊളിറ്റിക്കലി ഒരു വലിയ ഗെയിൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്? ഒന്നും സാധിച്ചിട്ടില്ല. പലയിടത്തും അവർക്ക് വിജയത്തിൻ്റെ അടുത്ത് വരെ എത്തുകയും അവസാനം മൊറൽ വിക്ടറി ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ 2017 ഗുജറാത്തിൽ തോറ്റതിന് ശേഷം എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്കാണ് മൊറൽ വിക്ടറി എന്ന് പറഞ്ഞു. അതിനുശേഷം ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചത്? ഇത് തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പറയുന്നത്. ഞങ്ങൾ തോറ്റു, പക്ഷേ ഞങ്ങൾക്കാണ് മൊറൽ വിക്ടറി എന്ന് പറഞ്ഞു. തൊട്ടടുത്ത ഹരിയാന തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും കഴിഞ്ഞോടുകൂടി ആ മൊറൽ വിക്ടറിയും കാണാനില്ല. അപ്പോൾ സാഹചര്യം അതാണ്. ഈ സാഹചര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും അതിനനുസരിച്ച് കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാനും നല്ല ധാരണയുള്ള നേതാവ് തന്നെയാണ് ശരത് പവാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഒന്നും കാണാതെയല്ല, ഇന്ത്യൻ മീഡിയ എന്ത് ചർച്ച ചെയ്യും എന്ത് ചർച്ച ചെയ്യില്ല എന്ന് കൃത്യമായി അറിയാവുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്.